നിങ്ങൾ കർദാഷിയ സ്കെയിലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല. എന്നാൽ സിവിലൈസേഷനെ പറ്റി നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാവും. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, മായൻ സിവിലൈസേഷൻ എന്നങ്ങനെ പലതരം സിവിലൈസേഷൻസ് അല്ലെങ്കിൽ നാഗരികതകൾ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. സിവിലൈസേഷൻ വളരുകയും കൂടുതൽ ഡെവലപ്പ് ആവുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ജനസംഖ്യാ വളർച്ചയും ഊർജ്ജവും അതിവേഗം വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സിവിലൈസേഷൻ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അളക്കുന്നതിനുള്ളൊരു മാർഗമായാണ് കർദാഷിയോവ് സ്കെയിൽ വികസിപ്പിച്ചെടുത്തത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നീ 3 തരത്തിലുള്ള സിവിലൈസേഷൻസ് ആണ് ഈ സ്കെയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രഹത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെ ആശ്രയിക്കുന്ന സിവിലൈസേഷൻസ് ആണ് ടൈപ്പ് 1 സിവിലൈസേഷൻ. റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയ സോളാർ, വിൻഡ്, വാട്ടർ തുടങ്ങിയവയുടെ ഉപയോഗമാണ് ഇവയുടെ സവിശേഷത. ഈ സിവിലൈസേഷൻസ് ഒരു ഗ്രഹത്തിന്റെ മുഴുവൻ ഊർജ്ജവും ഉപയോഗപ്പെടുത്താൻ പ്രാപ്തമാണ്. അവരെ സ്കെയിലിലെ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് സിവിലൈസേഷനായി ആണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് 2 സിവിലൈസേഷൻസ് നക്ഷത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെയാണ് ആശ്രയിക്കുന്നത്. ഫ്യൂഷൻ, ആന്റി മാറ്റർ തുടങ്ങിയ നൂതന ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗമാണ് ഇവയുടെ സവിശേഷത. ഈ സിവിലൈസേഷൻസ് ഒരു നക്ഷത്രത്തിന്റെ മുഴുവൻ ഊർജ്ജവും ഉപയോഗപ്പെടുത്താൻ പ്രാപ്തമാണ്. അവയെ സ്കെയിലിലെ രണ്ടാമത്തെ ഏറ്റവും പുരോഗമിച്ച സിവിലൈസേഷനായാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് 3 സിവിലൈസേഷൻ ഗാലക്സി സിവിലൈസേഷൻ ആണ്. അവ മുഴുവൻ ഗാലക്സിയും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെയാണ് ആശ്രയിക്കുന്നത്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗമാണ് ഇവയുടെ പ്രത്യേകത. ഈ നാഗരികതകൾ ഒരു ഗാലക്സിയുടെ മുഴുവൻ ഊർജ്ജവും ഉപയോഗപ്പെടുത്താൻ പ്രാപ്തമാണ്. അവയെ സ്കെയിലിലെ ഏറ്റവും വിപുലമായ സിവിലൈസേഷനായാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കർദാഷിയോവ് സ്കെയിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ശാസ്ത്രജ്ഞർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനകരമാണ്. ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രപഞ്ചത്തിലെ നാഗരികതയുടെ പുരോഗതി അളക്കുന്നതിനുള്ള ഒരു ഉപയോഗപ്രദമായ ഉപകരണമായാണ് ഈ ഒരു സ്കെയിലിനെ കാണുന്നത്. സ്വന്തം സിവിലൈസേഷന്റെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ അവരെ ഇത് സഹായിക്കുന്നു. നമ്മുടെ സ്വന്തം സിവിലൈസേഷനെ സ്കെയിലിലെ മറ്റു സിവിലൈസേഷൻസായി കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സിവിലൈസേഷന്റെ പുരോഗതിയെക്കുറിച്ചും നമ്മുടെ ജീവിവർഗങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കാൻ സഹായിക്കും.